ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഇനി ഒരിക്കലും കാണില്ല തിരിച്ചെത്തില്ലെന്ന് വിചാരിച്ചൊരു സ്ഥലത്തേക്കും അവിടുത്തെ ആൾക്കാരുടെയും ഇടയിലേക്ക് പിന്നെയും വന്നു പെടുന്ന ഒരു ഗേളിൻ്റെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു സാംദാൽ ഡ്രീം. 1994 നടക്കുന്ന ഒരു സ്റ്റോറിയോട് കൂടിയിട്ടാണ് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജീജു ഐസ്ലൻഡിൽ കൊറിയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോ നടക്കുകയാണ്. അവിടെ ഓഡിയൻസിൻ്റെ ഇടയിൽ ചോ സാംദാലും ചോ യോങ്പിലും ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും അന്ന് 9 വയസ്സാണ് പ്രായം. ആൾക്കാർക്ക് എല്ലാവർക്കും അവരുടെ ടാലൻസ് കാണിക്കാൻ പറ്റുന്ന ഒരു ഷോയാണിത്. ഇവിടെ നമ്മുടെ സാംദാൽ ഭയങ്കര നെർവസ് ആണ്. കാരണം നെക്സ്റ്റ് പെർഫോമൻസ് ഇവരുടെ രണ്ടുപേരുടെയാണ്. പക്ഷേ യോങ്പിൽ ഭയങ്കര കൂളായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അവരുടെ ടേണെത്തി അവർ നേരെ സ്റ്റേജിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഇവരെ കുറച്ച് കൂളാക്കാൻ വേണ്ടിയിട്ട് ആങ്കർ ഇവരുടെ ലൈഫിൽ ആരാവണം, എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. സാംദാൽ അപ്പോൾ തന്നെ പറയുകയാണ് സാംദാലിന് ശരിക്കും ഇവിടെ നിൽക്കാനല്ല ഇഷ്ടം. അവൾക്ക് ഈ ഒരു ജീജു ഐസ്ലൻഡിലെ ഒരു ചെറിയ സ്ട്രീമിൽ നിന്നും ഡ്രാഗനെ പോലെ ഉയർന്ന് പറന്ന് നല്ലൊരു പ്ലേസിൽ പോയി നല്ലൊരു കരിയർ വേണം, അങ്ങനെ തന്നെ പറയുവാണ്. അതായത് സോളിൽ പോയി അവിടെ നല്ലൊരു കരിയർ കണ്ടെത്തണം, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ പറയുക. ജീവിതകാലം മുഴുവനും അവനീ ചെറിയ സ്ട്രീമിൽ തന്നെ നിന്നാൽ മതി. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞുപോയി. സോളിൽ ഫേമസ് ആയിട്ടുള്ള എക്സ് മാഗസിൻ്റെ ബിൽഡിങ്ങിലേക്ക് നേരെ നല്ല സ്റ്റൈലിൽ കയറി ചെന്ന് ബോയ് ഫ്രണ്ടിൻ്റെ തലയിലേക്ക് ഒരു ബോക്സ് മുഴുവനും കിംചി എടുത്ത് ഒഴിക്കുകയാണ് ആദ്യം തന്നെ സാംദാൽ ചെയ്യുക. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും എന്താണ് ഇവൾക്ക് പറ്റിയത്. അങ്ങനെ പിന്നീടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുക ചീറ്റ് ചെയ്തിട്ടുള്ള ബോയ് ഫ്രണ്ടിന് മിനിമം ഇത്രയെങ്കിലും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇവർ തമ്മിൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തിലായിരുന്നു. പക്ഷേ ഒരു 15 മണിക്കൂർ മുന്നേ സാംദാൽ കണ്ടുപിടിക്കുകയാണ് തൻ്റെ ബോയ് ഫ്രണ്ടിന് വേറൊരു അഫെയർ ഉണ്ട്. അങ്ങനെ ഓക്കെ, ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് നേരെ കാറിലേക്ക് കയറി റേഡിയോ അങ്ങ് ഓണാക്കുകയാണ്. അന്നേരം അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള സിംഗറായിട്ടുള്ള യോങ്പിലിൻ്റെ സോങ് ആണ് കേൾക്കാൻ പറ്റുന്നത്. ആളുടെ പേര് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് റേഡിയോ ഓഫ് ചെയ്യുകയാണ് കേട്ടോ. സോളിൽ ഈ ഒരു സോങ് കേട്ടിട്ട് ഒരാൾ റേഡിയോ ഓഫ് ചെയ്യുമ്പം ഇവിടെ നമ്മുടെ ജേജു ഐസ്ലൻഡിൽ ഒരാൾ റേഡിയോയുടെ സൗണ്ട് കൂട്ടുകയാണ് കേട്ടോ ചെയ്യുക. ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ യോങ്പിലാണ്. യോങ്പിലിൻ്റെ ആഗ്രഹം പോലെ തന്നെ ജേജു ഐസ്ലൻഡിൽ തന്നെയാണ് ആൾ നിൽക്കുക, വെതർ ഫോർകാസ്റ്ററായിട്ട്. യോങ്പിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി കയറി ചെല്ലുമ്പോഴത്തേക്കും ബാക്കിയുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് യോങ്പിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോറ് ലോക്ക് ചെയ്തേക്കാണ്. പക്ഷേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ കറക്റ്റ് ടൈമിൽ ഓഫീസിലേക്ക് വന്നത്. പക്ഷേ യോങ്പിലിനെ സംസാരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മീറ്റിംഗ് തകർത്ത് തരിപ്പണമായിട്ട് അവരുടെ കയ്യിൽ കൊടുക്കും. അപ്പം അതുകൊണ്ടാണ് യോങ്പിലിനെ അവർ അങ്ങോട്ടേക്ക് കയറ്റാതിരിക്കുന്നത്. കാരണം യോങ്പിൽ കുറച്ച് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന ആളാണ് കേട്ടോ. ചില പ്രോബ്ലംസ് ഉണ്ടാക്കിയെന്നും വരും. കാരണം ഇതിനു മുന്നേ കുറേ സിറ്റുവേഷൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു പൊടിക്ക് എന്തെങ്കിലും ക്ലൈമാറ്റിക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഐലൻഡിനെ ബാധിക്കും, അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും നമ്മുടെ യോങ്പിൽ ഉണ്ടാക്കും. എനിക്ക് കയറണം, ഇപ്രാവശ്യം ഞാൻ പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടാണ് യോങ്പിൽ നിൽക്കുന്നത്. അവർ നിനക്ക് ഇത്ര ആത്മാർത്ഥതയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ സോളിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകും, നിനക്ക് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാം. അവർ യോങ്പിലിനെ എപ്പോഴും അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ യോങ്പിൽ അങ്ങോട്ടേക്ക് പോവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാംദാൽ ഒരു 8 വർഷം മുന്നേ സാംദാലും യോങ്പിലും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. അവർ ബ്രേക്കപ്പായി. അതിനുശേഷം ഇവർ മീറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൊന്നാലും ഞാൻ സോളിലേക്ക് പോകില്ലെന്നും പറഞ്ഞിട്ടാണ് യോങ്പിൽ ഇവിടെ നിൽക്കുന്നത്. ഇപ്പം ഏകദേശം നമ്മുടെ യോങ്പിലിൻ്റെ അവസ്ഥ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നേരെ സാംദാലിൻ്റെ അടുത്തേക്ക് പോകാം. നമ്മുടെ സാംദാൽ ഒരു ഫേമസ് ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. അവിടെ ചോ സാംദാൽ എന്നല്ല, വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്, യൂൻ ഹേ. വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ടോപ്പ് മോസ്റ്റ് റേറ്റഡ് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ മാഗസീൻസിലൊക്കെ കവറുകളായിട്ട് വന്നിട്ടുള്ള കരിയറിൻ്റെ ഹൈയസ്റ്റ് പീക്കിൽ നിൽക്കുന്ന ഒരാളാണ് സാംദാൽ. അന്നേരം പുതിയൊരു ഓഫർ സാംദാലിന് വരുവാണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സ്കെഡ്യൂളും ഫുള്ളായതുകൊണ്ട് ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന ഓഫർ പോലും നമ്മുടെ സാംദാലിന് എടുക്കാൻ പറ്റുന്നില്ല. എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന സമയത്ത് യൂൻ ഹേയുടെ അസിസ്റ്റൻറ്റ് യൂൻജു, ശരിക്കും ഇവർക്ക് നമ്മുടെ സാംദാലിന് ഇഷ്ടമല്ല. അവർ പറയുന്നതും ചെയ്യുന്നതും ഒന്നും തന്നെ ഇഷ്ടമല്ല. നേരെ ഓപ്പോസിറ്റായിട്ടാണ് ചെയ്യാൻ നോക്കുക. ഒരു കമ്പനിയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് മോഡലിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാംദാൽ നോക്കുമ്പോഴത്തേക്കും അവർ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്തുള്ള പ്രോപ്പർട്ടീസിൽ ആ ഒരു സ്കാർഫില്ല. ഇതെവിടെ നിന്ന് വന്നു എന്ന് സാം ചോദിക്കുകയാണ്. പക്ഷേ അത് അവരുടെ
അസിസ്റ്റൻ്റാണ് ആഡ് ചെയ്തത്. അപ്പോൾ സാംദാലിൻ്റെ കോൺസെപ്റ്റുമായിട്ട് ഇത് മാച്ച് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട അങ്ങനെ പറയുകയാണ്. ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് മുഴുവൻ സെറ്റായി ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ സ്കാർഫോട് കൂടിയിട്ടാണ് നമ്മുടെ മോഡൽ വരുന്നത്. സാമിനത് കാണുമ്പോഴത്തേക്കും ദേഷ്യം വരുവാണ് കേട്ടോ. അപ്പം തന്നെ ഒച്ചയെടുക്കുകയാണ്, ഇത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെയും ചോദിച്ചിട്ട്. എന്നിട്ട് നേരെ നമ്മളുടെ യൂൻ ജൂനെ വിളിച്ച് യൂൻ ജൂനിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. കാരണം ഇവരുടെ കൺസെപ്റ്റും തീമും എല്ലാം വെച്ചിട്ട് ഇത് മാച്ചിങ് അല്ല, അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ പറയുകയാണ്. എന്നിട്ട് ശരിക്കും യൂൻജുവിൻ്റെ പ്രോബ്ലം എന്താണെന്ന് സാംദാൽ ചോദിക്കുകയാണ്. കാരണം അസിസ്റ്റൻ്റ് ആകുമ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഇവിടെ ഇങ്ങനെയൊന്നുമല്ല, അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴി അറിയാം. ഓ സോറി, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു റിപ്ലൈ കൊടുത്തിട്ടാണ് യൂൻജൂൻ അവിടെ നിന്ന് പോവുക. സാം നല്ല ബിസിയാണ് കേട്ടോ. സാമിൻ്റെ ഒരു എക്സിബിഷൻ ഇവിടെ നടക്കാൻ പോവാണ്. 15 ഇയേഴ്സായി സാം സോളിലേക്ക് വന്നിട്ട്. ഇപ്പം നല്ലൊരു കരിയറായി ശരിക്കും ലൈഫ് എൻജോയ് ചെയ്ത് ആഗ്രഹം പോലെ തന്നെ ജീവിക്കുകയാണ്. അപ്പോൾ ക്രിയേറ്റീവായിട്ട് നല്ല ഫേമസ് ആയിട്ടുള്ള കുറേ ആക്ടേഴ്സിൻ്റെയൊക്കെ കൂടെ ചെയ്തിട്ടുള്ള കുറേ ഫോട്ടോസും എല്ലാം വെച്ചിട്ട് ഒരു എക്സിബിഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. പാരീസ് മാഗസീൻസിലും TV ഷോസിലും വരെ നമ്മുടെ യൂനിൻ്റെ ഫോട്ടോഗ്രാഫീനെ കുറിച്ച് ഡിസ്ക്രൈബ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളൊരു പാർട്ടി നടത്തുകയാണ് കേട്ടോ. ആ പാർട്ടിയിൽ നമ്മുടെ യൂൻജൂനും ഉണ്ട്, പക്ഷേ ജസ്റ്റ് അവരുടെ കൂടെ ഇരിക്കുന്നേ ഉള്ളൂ. സാംദാൽ ഹാപ്പി ആയിട്ടിരിക്കുന്നതൊന്നും ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാണ്ട് കുറേ നേരം സാമിനെ നോക്കി പേടിപ്പിച്ചിട്ട് പകുതി വഴിയിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ആൾ ചെയ്യുക. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും യൂൻജൂൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് സാമിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അന്നേരമാണ് സാംദാൽ അറിയുന്നത് സാമിൻ്റെ ബോയ് ഫ്രണ്ടിന് ഒരു അഫെയർ ഉണ്ടായിരുന്നില്ലേ, അത് മറ്റാരുമായിട്ടല്ല ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തിയുമായിട്ടാണ്. ഇത്രയും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഫോണിലേക്ക് ബോയ് ഫ്രണ്ട് കൂടെയുള്ളൊരു ഫോട്ടോ അയച്ചേക്കുവാണ് കേട്ടോ. എന്നിട്ട് സാംദാലിനെ നോക്കിയിട്ട് ഒരു ചിരി അങ്ങ് പാസ്സാക്കുവാണ്. പാവം നമ്മുടെ സാംദാൽ. എന്നിട്ട് അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുവാണ് കേട്ടോ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് സാംദാലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അതായത് ഇത്രയും നാളും സാംദാലിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്തത്, പക്ഷേ അസിസ്റ്റൻസിന് കൊടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് പോലും അവർക്ക് കൊടുക്കുന്നില്ല. സാംദാൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അവൾക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ സാംദാലിനെതിരായിട്ട് ചെയ്തതെന്ന് യൂൻജൂൻ പറയുവാണ്. നീ വിചാരിക്കുന്ന പോലെയല്ല, നീ ഓക്കെ ആണെന്ന് അറിയുമ്പോൾ ഞാൻ തന്നെ നിനക്ക് അവസരം തരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു അങ്ങനെ പറയുവാണ്. പക്ഷേ യൂൻജൂൻ സ്വന്തമായിട്ട് നോക്കുമ്പോഴത്തേക്കും യൂൻജൂൻ എല്ലാത്തിനും പെർഫെക്റ്റ് ആണ്. എൻ്റെ ബോയ് ഫ്രണ്ടും എൻ്റെ കരിയറും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ബോയ് ഫ്രണ്ട് ഇല്ലെന്നും കരുതി എൻ്റെ കരിയറിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ഫോം ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ എക്സിബിഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ കൂടെ നിൽക്കുക, അങ്ങനെയും പറഞ്ഞിട്ട് പോവുകയാണ്. കേൾക്കുമ്പോഴത്തേക്കും യൂൻജൂന് ദേഷ്യം വന്നിട്ട് യൂൻജൂനും എന്തൊക്കെ കാര്യങ്ങൾ പറയുകയാണ്. അതേപോലെ തന്നെ സാംദാലും തിരിച്ച് പറയുകയാണ് കേട്ടോ. എന്നിട്ട് സാംദാൽ അവിടെ നിന്ന് പോവുകയാണ്. ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഡ്രിങ്ക്സ് കഴിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാംദാൽ ട്രൈ ചെയ്യുകയാണ്. നമുക്കിനി നേരെ ജേജു ഐസ്ലാൻഡിലേക്ക് വരാം കേട്ടോ. ജേജു ഐസ്ലാൻഡിൽ യോങ്പിൽ ഓടി വരുവാണ് അവൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക്. എന്ത് പറ്റി, നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാ ഇങ്ങനെ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നത് അങ്ങനെ ചോദിക്കുകയാണ്. അതായത് ഈ ഇരിക്കുന്ന വ്യക്തിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ ഫസ്റ്റ് വേർഡ് എന്താണെന്നറിയാമോ? അമ്മ എന്നാണ്. അതെങ്ങനെ സഹിക്കും? യോങ്പിൽ അത് കേൾക്കുമ്പോഴത്തേക്കും ഷോക്കാവാണ് കേട്ടോ. ഡ്രിങ്ക്സ് കഴിക്കാൻ റീസൺ ഇല്ലാത്തത് കൊണ്ടാണോടാ നീ ഇങ്ങനെ റീസൺ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ ചോദിക്കുകയാണ്. ഫസ്റ്റ് കുട്ടിയുടെ കാര്യത്തിൽ ഓക്കെ, കാരണം സെക്കൻഡ് ബേബിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ചും കൂടി കൂടുതൽ കാര്യം അവൾക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ടും ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറയുവാണ്. ഇറ്റ്സ് ഓക്കെ പോട്ടെ എങ്ങനെയും പറഞ്ഞിട്ട് യൂൻ്റെ വിഷമത്തിൽ യോങ്പില്ലും ജോയിൻ ചെയ്യുവാണ്. പെട്ടെന്നൊരു സൗണ്ടോട് കൂടി സാംദാൽ ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. നോക്കുമ്പോഴത്തേക്കും സാംദാലിൻ്റെ നീസ് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അറിയായിരിക്കുമല്ലോ, രാത്രി ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഉറപ്പായിട്ടും ഹാങ് ഓവർ ഉണ്ടായിരിക്കും. പാവം കുട്ടിക്ക് ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ വളരെ നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാങ് ഓവർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക്സോട് കൂടിയിട്ടാണ് ആൾ റൂമിലേക്ക് വന്നേക്കുന്നത് തന്നെ. പക്ഷേ ഇതൊക്കെ നിനക്കെങ്ങനെ ഇത്ര കറക്റ്റായിട്ട് മനസ്സിലായതെന്ന് സാം ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നീസ് പറയുകയാണ്, ഇന്നലെ നൈറ്റ് ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്ന് അറിയാവോ?
അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിന് അപ്പുറവും നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ പറയുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഇന്നലെ നൈറ്റ് ഈ ഹോൾ ഫാമിലിയുടെ ഫ്രണ്ടിൽ സാംദാൽ കരഞ്ഞ് ബഹളം വെച്ച് ഇനിയും എനിക്ക് ഡ്രിങ്ക്സ് വേണം അങ്ങനെയും പറഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു കേട്ടോ. ഇവരെയൊക്കെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടാം. ഇത് സാമിൻ്റെ സിസ്റ്റേഴ്സാണ്. ജിൻ ഡിവോഴ്സൊക്കെ ചെയ്ത് ജിൻ്റെ ലൈഫ് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. ഇത് ഹായേൻ്റെ കുട്ടിയാണ് ഹായുൾ. ശരിക്കും ഹായുൾ ഈ 3 സിസ്റ്റേഴ്സിനേക്കാളും മെച്ചുവേർഡാണ്. നടന്നതൊക്കെ നടന്നു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയും പറഞ്ഞിട്ട് നേരെ താഴത്തോട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ. ആ സമയം പെട്ടെന്ന് അവർ ടി വിയിൽ ന്യൂസ് റിപ്പോർട്ട് കാണുവാണ് കേട്ടോ. സാമിനെ കുറിച്ചാണ് ന്യൂസിൽ. അത് കാണുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങ് ഷോക്കാവാണ്. അതായത് നമ്മുടെ യൂൻ ജൂൺ സാമിനെ കുറിച്ചാണ് ന്യൂസിൽ പറയുന്നത്. ന്യൂസ് റിപ്പോർട്ട് കാണുമ്പോഴത്തേക്കും എല്ലാവരും ഷോക്കാവാണ്. സാമിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ യൂൻ ജൂൺ സൂയിസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തു. എന്തോ ഭാഗത്തിന് കറക്റ്റ് സമയത്ത് പോലീസ് വന്ന് അവളെ സേവ് ചെയ്തു. ആൾക്ക് ഒരു കുഴപ്പമില്ല, സ്റ്റേബിളാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ബോസ് സീനിയറായിട്ടുള്ള ആൾ അവരുടെ അടുത്ത് മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുക. എപ്പോഴും ബുള്ളിയിങ് ആണ്, തരം താഴ്ത്തിയാണ് സംസാരിക്കുക, അങ്ങനെയൊക്കെ പറയുവാണ്. സാമിനെക്കുറിച്ചാണ് അങ്ങനെയൊക്കെ പറയുക. അങ്ങനെ എല്ലാ ന്യൂസ് ചാനലിലും എല്ലാ റിപ്പോർട്ടേഴ്സും സാമിന് എതിരായി. സാംദാൽ ഒരു ബാഡായിട്ടുള്ള ആളാണ്, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആൾ എംപ്ലോയീസിൻ്റെ അടുത്തൊക്കെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുക, അവരെയൊക്കെ കൊച്ചായിട്ടാണ് കാണുക, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആർട്ടിക്കിൾസും ഒക്കെ വരുവാണ്. സാം എങ്ങനെയോ ഓഫീസിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ഓഫീസിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും സാം അറിയുകയാണ് ഈ ഒരു ഇഷ്യൂ കാരണം സാമിന് കിട്ടിയിട്ടുള്ള ഓഫേഴ്സും ഓൾറെഡി അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കും എല്ലാം തന്നെ അവർ ക്യാൻസൽ ചെയ്തു. ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടോ നമ്മൾക്ക് ചെയ്യാൻ അങ്ങനെ ചോദിക്കാൻ ഇല്ല, ഒരെണ്ണം പോലും ഇല്ലാണ്ട് എല്ലാം അവർ വേണ്ടെന്ന് വെച്ചു അങ്ങനെ പറയുകയാണ്. സാമിൻ്റെ ഈ 15 വർഷത്തെ കഷ്ടപ്പാടുകൾ മുഴുവനും അത് വലിയ ഹിറ്റ് ആവേണ്ട ഒരു എക്സിബിഷനായിരുന്നു. അതും ഈ ഒരു ഇഷ്യൂ കാരണം ക്യാൻസലായി പോവുകയാണ്. അവർക്ക് സാം ഇന്നസെൻ്റ് ആണെന്ന് അറിയാം, പക്ഷേ ഇപ്പം സാമിൻ്റെ ഇമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. ഈ എക്സിബിഷൻ വെച്ചിട്ടുണ്ടെങ്കിലും ആരും കാണാൻ വരാനൊന്നും ചാൻസ് ഇല്ല. സാമിൻ്റെ അടുത്ത് അവിടുത്തെ കുറേ ഫേമസ് ആയിട്ടുള്ള സ്റ്റാർസൊക്കെ മെസ്സേജ് അയച്ചും വിളിച്ചും പറയുകയാണ് അവരുടെ പിക്ചേഴ്സ് സാം യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ. കാരണം സാം അവരുടെ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരുടെയും കരിയറിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ കൂടി കേൾക്കുമ്പോഴത്തേക്കും സാംദാൽ അങ്ങ് ഡൗൺ ആവുകയാണ്. ഇതാണ് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ അമ്മ. അമ്മയുടെ ജോലി ഇതാണ്. ഇവർ കടലിൻ്റെ അടിയിലേക്കൊക്കെ പോയി ഇവർ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഷെല്ല് പോലുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരും. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറാണ് അമ്മ. അച്ഛൻ ഒരു ബസ് ഡ്രൈവറാണ് കേട്ടോ. അവരിങ്ങനെ അവരുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ സാധനങ്ങളെല്ലാം ഇങ്ങനെ ക്ലീനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അച്ഛനെയും പറ്റിയും അമ്മേനെ പറ്റിയും അവരുടെ മക്കളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുക. ഈ ജെയ്ജു ഐസ്ലൻഡിൽ നിന്ന് കരിയർ നല്ല ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ മക്കൾ മാത്രമാണ് അവിടെ തന്നെ നിൽക്കുന്നത്. നിങ്ങൾ ഭയങ്കര ലക്കിയാണ് അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വരുവാണ്. എന്നിട്ട് അച്ഛനും അമ്മയും കൂടി തിരിച്ചു പോകാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മുഴുവനും അമ്മ മക്കളെ പറ്റി കുറ്റമാണ് പറയുന്നത്. അവർ പറയുന്നത് കേട്ടാൽ തോന്നും ഭയങ്കര ഹൈ പൊസിഷനിലൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവരെക്കുറിച്ച് ലോ ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് അമ്മ സംസാരിക്കുന്നത്. അച്ഛനാണെങ്കിൽ എല്ലാം ശരിയാണ്, നീ പറയുന്നതെല്ലാം ശരിയാണ് അങ്ങനെയും പറഞ്ഞ് ഇങ്ങനെ തലയാട്ടമാണ്. എന്നാലും നമ്മൾ മക്കളെപ്പോലെ തങ്കപ്പെട്ട പിള്ളേർ ഈ ഐലൻഡിൽ പോലും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ മക്കളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നോക്കുകയാണ്. അവരെങ്ങോട്ടേക്കെങ്കിലും പോട്ടെ എനിക്കെന്താ. എന്നിട്ടാണ് ജിന്നും സാമും പോയ സമയത്ത് ഇവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ചത് അങ്ങനെ ചോദിക്കുകയാണ്. അത് ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞത്. കാരണം അവരിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അവരെ നോക്കണം, കുക്ക് ചെയ്ത് കൊടുക്കണം, എന്തൊക്കെ പരിപാടിയാണെന്നറിയാവോ. അവർ പോയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ കരഞ്ഞത് അങ്ങനെ പറയുകയാണ്. ഓ എനിക്കറിയാം, ഇപ്പം മക്കളെങ്ങാനും പെട്ടെന്ന് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ല സന്തോഷമായിരിക്കില്ല അങ്ങനെ പറയുകയാണ്. അതെനിക്ക് ശരിക്കും പേടി സ്വപ്നമാണ്, അങ്ങനെയൊന്നും പറയാൻ പോലും പാടില്ല. എനിക്ക് പറ്റില്ല ഈ പ്രായത്തിൽ അവരെ നോക്കാൻ, അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ നമ്മുടെ യോങ്പിലിന് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് എപ്പോഴും ഓഫർ ലെറ്റർ വരുന്നുണ്ട് കേട്ടോ. അതായത് സോളിൽ നിന്ന് എപ്പോഴും ഓഫർ ലെറ്റർ വരുന്നുണ്ട്. അവിടുത്തെ വെതർ ഫോർകാസ്റ്റിംഗ് യൂണിറ്റിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക. അങ്ങനെ ഞാൻ വരില്ല, റിജക്റ്റഡ്. അച്ഛനും അമ്മയും തിരികെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. പെട്ടെന്നൊരു കാര്യം കണ്ട് അവരങ്ങ് ഷോക്കാവുകയാണ്. അത് എന്ത് കാര്യമാണ് അവർ കണ്ടത്, എന്തുകൊണ്ടാണ് ഷോക്കായതെന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.